പത്തനംതിട്ട മൈലപ്രയിൽ ലോട്ടറി വിൽപ്പനക്കാരനെയും പോലീസിനെയും ആക്രമിച്ച 5 അംഗ സംഘം പിടിയിലായി. ഏറെ പണിപ്പെട്ടാണ് സംഘത്തെ പോലീസ് കീഴടക്കിയത്. വിവരങ്ങൾ അജീഷ് ജയകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, വിശദാംശങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പത്തനംതിട്ട മൈലപ്രയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളെ തേടിയാണ് ഈ 5 അംഗ സംഘം എത്തിയത്. ഇയാൾക്ക് ഈ 5 അംഗ സംഘത്തിന് കുറച്ച് പണം കടം കൊടുക്കാനുണ്ടായിരുന്നു. ഈ പണം ചോദിച്ചായിരുന്നു എത്തിയത്. എന്നാൽ അപ്പോൾ അജീഷ്, ഒരു നിമിഷം, ആ ശബ്ദത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. പത്തനംതിട്ട മൈലപ്രയിലാണ് ലോട്ടറി വിൽപ്പനക്കാരനെയും പോലീസിനെയും 5 അംഗ സംഘം ആക്രമിച്ചത്. ഈ സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഏറെ പണിപ്പെട്ടാണ് ഈ സംഘത്തെ പോലീസ് കീഴടക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, പറഞ്ഞോളൂ. ഉന്മേഷ്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പത്തനംതിട്ട മൈലപ്പുറയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളെ തേടിയാണ് ഈ 5 അംഗ സംഘം എത്തിയത്. ഈ ലോട്ടറി കച്ചവടം നടത്തുന്ന ആൾ കുറച്ച് പണം ഈ സംഘത്തിന് കൊടുക്കാനുണ്ടായിരുന്നു. ഈ പണം ചോദിച്ചായിരുന്നു എത്തിയത്. ഈ പണം അപ്പോൾ കൊടുക്കാനില്ലെന്ന് പറഞ്ഞതോടെ ഇവർ അസഭ്യം വിളിച്ച് ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്ത് അവിടെ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ ശരത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ഈ സംഭവത്തിൽ ഇടപെടുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നെങ്കിലും ഈ സംഘം ഈ പോലീസിനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഈ 5 പേരുടെ അറസ്റ്റും പോലീസും രേഖപ്പെടുത്തിയിട്ടുണ്ട്.